പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശനിയാഴ്ച ഇന്ന് നോക്കിയേ പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷയാണ്. 12 മണിയോട് കൂടി കയറും. പോട്ട വിഷൻ എന്ന് പറയുന്ന ചാനലാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകമായിട്ട് ഓൺലൈൻ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പേരെ കണ്ടപ്പോൾ അവർ പറയുമായിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൽ കാണുന്നവരച്ചാൽ ഓരോ ദിവസവും ഓരോ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ എത്രയോ ഇടങ്ങളിലല്ല പോട്ടയിലെ ശുശ്രൂഷകൾക്ക് അനേകർ പറഞ്ഞ് അച്ഛൻ കേട്ടിട്ടുണ്ട്. മടുത്തു പോയിരിക്കുന്ന സമയത്താണ് അച്ഛാ ആ വചനം ഓരോ ദിവസവും കുറച്ച് നേരം വചനം കേൾക്കുമ്പോൾ ഭയങ്കരമായ എന്തെന്നില്ലാത്ത ആശ്വാസം. 365 ദിവസം പോട്ടയിൽ വചന ശുശ്രൂഷയാണെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പോട്ടയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് അച്ഛനാണ്, അച്ഛന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 12 മണിയോടെ അച്ഛൻ കയറും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ 30:19. അവിടെ വചനം വെളിപ്പെടുത്താണ്, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അതായത് നിന്റെ കരച്ചിലിൻ്റെ സ്വരം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരില്ല, കരയാൻ പോലും നമുക്ക് കണ്ണീരില്ലാത്ത വിധത്തിൽ വലിയ സങ്കടത്തിലും ഞെരുക്കത്തിലുമായിട്ടുള്ളവരറിയാം. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും കണ്ടറിയുന്നൊരു കർത്താവ്, കരുണ കാണിക്കുന്നൊരു കർത്താവ്, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. അപ്പോൾ നമ്മൾ പ്രിയ സഹോദരങ്ങൾ, നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ കർത്താവിൽ ശരണപ്പെടണം. എൻ്റെ ഈശോ എന്നെ തള്ളിക്കളയില്ല, എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. ഇത് ആവർത്തിച്ച് പറയണം. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എൻ്റെ ജീവിതത്തിലും അതുപോലെ ഞാൻ അനേകരും പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിക്ക് ദൈവത്തെ തള്ളിപ്പറയാനുള്ള, ദൈവത്തെ നിഷേധിക്കാനുള്ള ഒരു പ്രചോദനം പിശാച് നമുക്ക് തരും. അപ്പോൾ നമ്മളതിൽ ആ കെണിയിൽ പെടരുത്. നമ്മൾ ശക്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ, എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയില്ല, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്, ഇങ്ങനെയുള്ള സ്വയം പ്രേരിത പ്രാർത്ഥനകൾ പോലെ ഇങ്ങനെയുള്ള നല്ല ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മൊഴികൾ നമ്മൾ ഹൃദയം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് അഭിഷേകമായി അനുഗ്രഹമായി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.